ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ NBFC വഴിയാണ് നമുക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് NBFC വഴിയാണ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോൺ എടുക്കുന്നതിനോ അല്ലെങ്കിൽ ലോൺ അപ്രൂവ് ആകുന്നതിനോ യാതൊരു തടസ്സങ്ങളും ഇല്ലാത്ത ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ ലഭിക്കുന്ന ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. ഞാൻ ഇവിടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ലെൻഡിറ്റ് പേഴ്സണൽ ലോൺ ആപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കരുത്, ലെൻഡിറ്റ് പേഴ്സണൽ ലോൺ ആപ്പ് എന്നാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ തികച്ചും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ NBFC വഴിയാണ് നമുക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൽ ലോൺ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് 21 വയസ്സിനും അതേപോലെ തന്നെ 55 വയസ്സിനും ഇടയിലുള്ള ആളായിരിക്കണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് 650 + 650 അതിന് മുകളിലോ ഉള്ളവർ ആയിരിക്കണം. ഇത്രയും ആണ് നമുക്ക് ഇതിലെ എലിജിബിലിറ്റിയിൽ വരുന്നത്. ലോൺ എലിജിബിലിറ്റിയിൽ ഇത്രയാണ് വരുന്നത്. ആധാർ കാർഡ് വേണം, അതേപോലെ തന്നെ പാൻ കാർഡ് വേണം, അതേപോലെ തന്നെ സിബിൽ സ്കോർ 680 അതിൽ കൂടുതലോ സിബിൽ സ്കോർ ഉള്ളവരായിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് ഇവർ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇതിൽ നിന്ന് 30,000 രൂപ നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മൾ 3 മാസത്തേക്കാണ്. 3 മാസത്തേക്ക് നമുക്ക് ഏകദേശം 28% നമുക്ക് ഇതിൻ്റെ പലിശ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ 30,000 രൂപ എടുക്കുമ്പോൾ നമുക്ക് 3 മാസം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടി വരുന്നത് 34,104 രൂപയാണ്. അപ്പോൾ 4,104 രൂപയോളം നമുക്ക് ഇതിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിൽ പലിശയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവർ മാത്രം ഈ ലോൺ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ലോണിന് അപ്ലൈ ചെയ്യുക. അത്രയും അത്യാവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതേപോലുള്ള ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ലോണിന് അപ്ലൈ ചെയ്യാവൂ. ഈ കാര്യം ആദ്യം പറഞ്ഞു തരാം. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ലോൺ ലഭിക്കും എന്നുണ്ടെങ്കിലും നമ്മൾ തിരിച്ചടയ്ക്കാൻ വൈകുമ്പോൾ നമ്മളുടെ സിബിൽ സ്കോറും അതേപോലെ തന്നെ സിബിൽ സ്കോറൊക്കെ ഒറ്റയടിക്ക് തന്നെ നമ്മളുടെ ഡൗൺ ആയി പോകും. അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ കാര്യങ്ങൾ അതേപോലെ തന്നെ റേറ്റിംഗ് ഒക്കെ ഞാൻ ഇതിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മളുടെ ആധാർ കാർഡും പാൻ കാർഡും വെച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഈ കാര്യം എല്ലാവരും ചെയ്യുക. അപ്പോൾ എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.